കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് ടവർ തകർന്നു വീണതിന് പിന്നാലെ കാലപ്പഴക്കം ചെന്ന ബാക്കി ഗോപുരങ്ങൾ ഇന്ന് പൊളിച്ചു തുടങ്ങി. 138 വർഷം പഴക്കമുള്ള കെട്ടിടമാണ് പൊളിച്ചു നീക്കുന്നത്. കോഴിക്കോട് കണ്ണൂർ പാസഞ്ചർ ട്രെയിൻ 2 ദിവസം കൂടി വെസ്റ്റ് ഹില്ലിൽ നിന്നാകും പുറപ്പെടുകയെന്ന് റെയിൽവേ അറിയിച്ചു. ശരത്ത് ഇപ്പോൾ സ്ഥലത്തുണ്ട്. ശരത്ത്, പൊളിച്ചു നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഘട്ടം ഘട്ടമായി. നേരത്തെ ആണെങ്കിൽ കുറച്ച് എളുപ്പത്തിൽ പൊളിക്കാമായിരുന്നു. ഇതെന്തായാലും തകർന്നു വീണ് പൊളിക്കുന്നു എന്നൊരു നാണക്കേടായി. പക്ഷെ അപകടമൊന്നും ഉണ്ടായില്ല എന്നതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. ഇന്ന് നിയന്ത്രണങ്ങളുണ്ട് അല്ലേ ശരത്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ എൻകുമാർ. ഇന്നും കോഴിക്കോട് കണ്ണൂർ പാസഞ്ചർ ട്രെയിന് വെസ്റ്റിൽ നിന്നാണ് സർവീസ് ആരംഭിക്കുക. മറ്റു ട്രെയിനുകളുടെ കാര്യത്തിലൊന്നും തന്നെ സർവീസിൽ വ്യത്യാസമില്ല. എന്തായാലും ഈ പറയുന്നത് പോലെ ഈ പൊളിഞ്ഞു വീഴാൻ അല്ലെങ്കിൽ തകർന്നു വീഴാൻ കാത്തു നിൽക്കേണ്ടി വന്നു ഈ നടപടി വേഗത്തിലാക്കാൻ എന്നുള്ളതാണ്. നിലവിൽ എന്തായാലും ഈ തകർന്നു വീണ കെട്ടിടത്തിന്റെ അപകടാവസ്ഥയിലുള്ള ഭാഗം നേരത്തെ തന്നെ പൊളിച്ചു നീക്കിയതാണ്. പക്ഷേ ഇതിനോട് ചേർന്നുള്ള രണ്ടാമത്തെ ക്ലോക്ക് ടവർ കൂടിയുണ്ട്. ഇതും കാലപ്പഴക്കം ചെന്നതാണ്. അതും പൊളിക്കേണ്ടതുണ്ട്. ഒപ്പം തൊട്ടിപ്പുറം മറ്റൊരു ഗോപുരം കൂടിയുണ്ട്. അതങ്ങനെ ഈ രണ്ട് ഗോപുരവും ഏറ്റവും ആദ്യം പൊളിച്ചു നീക്കുക എന്നുള്ളത് തന്നെയാണ് നിർമ്മാണ കമ്പനി അറിയിച്ചിട്ടുള്ളത്. നിർമ്മാണ പ്രവർത്തനം നേരത്തെ തന്നെ ഈ ഭാഗത്ത് റെയിൽവേയിൽ തുടങ്ങിയതാണ്. പക്ഷേ ഈ കാലപ്പഴക്കം ചെന്ന കെട്ടിടം സമയത്ത് പൊളിച്ചില്ല എന്നുള്ളതായിരുന്നു പ്രധാന പരാതി. അതുകൊണ്ട് തന്നെ അത് തകർന്നു വീഴുന്ന സാഹചര്യമുണ്ടായി. ഏതായാലും ആ തകർന്നു വീഴുന്നതിന് പിന്നാലെ ഇപ്പോൾ നടപടി ശക്തമാക്കിയിരിക്കുന്നു, വേഗത്തിലാക്കിയിരിക്കുന്നു. ഈ കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു നീക്കേണ്ടതാണ് എന്നുള്ളതാണ് റെയിൽവേയുടെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതായത് 138 വർഷം പഴക്കമുള്ള കെട്ടിടമാണ്. അതായത് ഈ ഗോപുരങ്ങൾ മാത്രമല്ല, ഇത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ തുടങ്ങുന്ന സമയത്ത് ഏറ്റവും ആദ്യം നിർമ്മിച്ച കെട്ടിടമാണ്. അതായത് 138 വർഷം പഴക്കമുള്ള, അന്ന് ഇത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോം ആയിരുന്നു. പിന്നീട് ഇപ്പം പുതിയ കെട്ടിടം വന്ന സമയത്ത് ഇത് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമായി മാറുന്നു. അങ്ങനെ ഈ കെട്ടിടം അപകടാവസ്ഥയിലാണ്, കാലപ്പഴക്കം ചെന്നതാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധനയിൽ കണ്ടെത്തിയതെന്ന് ആണ്. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എന്തായാലും മറ്റു ഭാഗങ്ങൾ കൂടി പൊളിച്ചു നീക്കുന്ന നടപടികൾ ആരംഭിക്കുന്നത്. ചീഫ് ഡിവിഷണൽ എഞ്ചിനീയറുടെ നേതൃത്വത്തിലായിരിക്കും എന്തായാലും ഈ പൊളിച്ചു നീക്കുന്ന നടപടികൾക്ക് നേതൃത്വം നൽകുക. ഇന്ന് തന്നെ ഇതിന്റെ നടപടികൾ ആരംഭിക്കും എന്നുള്ളതാണ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. അങ്ങനെ പൊളിച്ചു നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് അല്ലേ കോഴിക്കോടിന്റെ അടയാളമായിരുന്ന ക്ലോക്ക് ടവറാണ്. പക്ഷേ അത് കാലഹരണപ്പെട്ടു. ഇതിനും ഒരു കാലം ഉണ്ടാവുമല്ലോ.